എല്ലാവർക്കും ബോധി അക്കാദമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയുരാരോഗ്യ സൗഖ്യം എന്ന 10ാം ക്ലാസ്സിലെ പ്രഥമ പാഠം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ എടുക്കുന്ന പാഠഭാഗം ദ്വിതീയ പാഠഃ ദീനവത്സല ജനനി. അതൊരു കഥാഭാഗമാണ്, കഥയാണ്. മഹാഭാരതത്തിലെ ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കഥാഭാഗമാണ് ദീനവത്സല ജനനി എന്ന പാഠഭാഗത്ത് നമുക്ക് തരുന്നത്. നമുക്ക് ആമുഖം നോക്കാം. ആമുഖം ചിത്രം, അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിന് താഴെയായിട്ട് ആമുഖം എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. ഉപദേശാത്മികാഭിഹി കഥാഭിഹി സമ്പുഷ്ടം ഭവതി മഹാഭാരതം. ഉപദേശാത്മകാഭിഹി കഥാഭിഹി, ഉപദേശങ്ങളെ ഉള്ളതുകൊണ്ട്, ഉപദേശങ്ങൾ കൊടുക്കുന്നതും, കഥാഭിഹി കഥകളെ കൊണ്ടും, സമ്പുഷ്ടം ഭവതി വളരെയധികം സമ്പുഷ്ടമാണ് മഹാഭാരതം. ദുര്യോധനകൃതം പാണ്ഡവദ്രോഹം പശ്യൻ വ്യാസഃ ധൃതരാഷ്ട്രമുപേത്യ ദീനാഃ പാണ്ഡവാഃ സവിശേഷ ശ്രദ്ധാമർഹന്തി ഇത്യുപദിശതി. ദുര്യോധനകൃതം പാണ്ഡവദ്രോഹം പശ്യൻ, ദുര്യോധനൻ പാണ്ഡവന്മാരോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ കണ്ടിട്ട്, ദ്രോഹം പശ്യൻ വ്യാസഃ വ്യാസമഹർഷി ധൃതരാഷ്ട്രമുപേത്യ, ധൃതരാഷ്ട്രരുടെ ഉപേത്യ അടുത്തെത്തിയിട്ട്, അടുത്തേക്ക് വന്നിട്ട്, ദീനാഹ, ദീനാഹ എന്ന് പറഞ്ഞാല് അവിടെ ദുഃഖത്തോടുകൂടി, പാണ്ഡവാഹ സവിശേഷ ശ്രദ്ധാമർഹന്തി ഇത്യുപദിശതി, അവിടെ പാണ്ഡവരെ കുറിച്ച്, പാണ്ഡവർക്ക് സവിശേഷമായ ഒരു ബഹുമാനം അർഹിക്കുന്നവരാണ് എന്ന് ഉപദേശിക്കുന്നു. അപ്പോ ദുര്യോധനൻ പാണ്ഡവരെ, 2 പക്ഷമുണ്ട് അല്ലെ, കൗരവരും പാണ്ഡവരും. അതിലെ കൗരവപക്ഷത്തിൽ പെട്ട ആളാണ് ദുര്യോധനൻ. പാണ്ഡവപക്ഷത്തില് പാണ്ഡവരെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുള്ള വ്യാസമഹർഷി ദുര്യോധനൻ ദ്രോഹിക്കുന്നത് കണ്ട് സഹിക്കവയ്യാതെ ധൃതരാഷ്ട്രരുടെ അടുത്തെത്തി അദ്ദേഹത്തിനോട് പാണ്ഡവരെ കുറിച്ച് പറയാണ്. അവര് സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കി ഉപദേശിക്കുന്നു. ഭാഷണമധ്യേ കഥാമേഘാച്ച കഥയതി, സംഭാഷണത്തിനിടയിൽ, അവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ, ധൃതരാഷ്ട്രരും വ്യാസനും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ, അതാണ് ഭാഷണമധ്യേ. ഭാഷണമധ്യേ കഥാമേഘാച്ച കഥയതി, ഒരു കഥ പറയുന്നു. മഹാഭാരതസ്യ വനപർവ അന്തർഗത കഥേയം ദീനാനുകമ്പാം പ്രതിപാദയതി. മഹാഭാരതത്തിലെ വനപർവ അന്തർഗതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഹാഭാരതത്തില് 18 പർവങ്ങളുണ്ട്. മഹാഭാരതത്തിലെ 18 പർവങ്ങളാണ് ഉള്ളത്. മഹാഭാരതെ അഷ്ടാദശ പർവാനി സന്ധി, അവിടെ പർവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പർവങ്ങൾ 18 പർവങ്ങളാണ് പറയുന്നത്. ആ പർവങ്ങളിലെ ഒരു പർവമാണ് വനപർവം. അവിടെ മഹാഭാരതസ്യ വനപർവ അന്തർഗത, അതിലെ വനപർവത്തിൽ അന്തർഗതമായിരിക്കുന്ന, ഉൾക്കൊള്ളിച്ചിട്ടുള്ള കഥേയം ദീനാനുകമ്പാം പ്രതിപാദയതി, അതിലെ ആ കഥയായ ദീനാനുകമ്പ, വളരെ ദുഃഖത്തോടു കൂടിയുള്ള ഒരു കഥയെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ന കേവലം സമാജേഷു കിന്തു പരിവേഷു അഭി വ്യക്തിഭേദഃ ദരീദൃശ്യതേ. ന കേവലം സമാജേഷു കിന്തു പരിവാരേഷു അഭി വ്യക്തിഭേദഃ ദരീദൃശ്യതേ. ഇപ്പോഴും നമ്മുടെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കാണുന്ന വ്യക്തികളോടുള്ള വ്യത്യാസം അല്ലെ. ഒരു അച്ഛനും അമ്മയ്ക്കും 2 മക്കളുണ്ടെങ്കിൽ അതിലെ
ഒരു മകനോട് കൂടുതൽ സ്നേഹവും മറ്റു മകനോട് സ്നേഹമില്ലായ്മയും ഉണ്ടാകുന്നുണ്ട്. അവിടെ ഇപ്പോഴും നമ്മുടെ സമാജത്തില്, നമ്മുടെ സമൂഹത്തില്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളില് പരിവാരേഷു അഭി കുടുംബങ്ങളിലും കാണുന്ന വ്യക്തിഭേദങ്ങള് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തത്രാഭി അവശ്യം സവിശേഷ ശ്രദ്ധ ധേയ ഇതി കഥേയം അസ്മിൻ ഉദ്ബോധയതി. ഇവിടെയും ആ സവിശേഷമായ ശ്രദ്ധ, ആ സവിശേഷമായ ബഹുമാനം അല്ലെങ്കിൽ ആ വിശ്വാസം കൊടുത്തുകൊണ്ട് നമ്മളും അത് തിരുത്തണം. അത് തിരുത്തി നമ്മള് ആ രൂപത്തിൽ നിന്നും മാറി ആ വ്യക്തിഭേദങ്ങള് മാറ്റിക്കൊണ്ട് നമ്മളും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഈ ഒരു കഥ ഉദ്ബോധയതി ഇവിടെ നമുക്ക് പ്രതിപാദിക്കപ്പെടുന്നത്. ഇതാണ് ഒന്നാമത്തെ ആമുഖത്തില് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ കഥ മഹാഭാരതത്തിലെ വനപർവത്തിൽ നിന്നും എടുത്തിട്ടുള്ള കഥയാണ്. കഥയുടെ പേരാണ് ദീനവത്സല ജനനി. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. കശ്ചിത് കൃഷകഃ ബലിവർദ്ധാഭ്യാം ക്ഷേത്രകർഷാണം കുർവന്നാസീത്. കശ്ചിത് കൃഷകഃ ബലിവർദ്ധാഭ്യം ക്ഷേത്രകർഷണം കുർവന്നാസീത്. ഒരു കൃഷകഃ കൃഷിക്കാരൻ, കശ്ചിത് കൃഷകഃ ഒരു കൃഷിക്കാരൻ, ബലിവർദ്ധാഭ്യം രണ്ട് കാളകളെ, ക്ഷേത്രകർഷണം ഒഴുകുന്നതിനായി, കുർവനാസീദ് ക്ഷേത്ര കർഷണം കുർവനാസീദ് വയൽ ഉഴുകുകയായിരുന്നു. അപ്പോ ഒരു കർഷകൻ രണ്ട് കാളകളെ കൊണ്ട് വയൽ ഉഴുകുകയായിരുന്നു. തയോഹോ ബലിവർദ്ധയോഹോ ഏകഃ ശരീരേണ ദുർബലഃ ജവേന ഗന്ധുമശക്തിശ്ച ആസീത്. തയോഹോ ബലിവർദ്ധയോഹോ ആ കാളകളിലെ ഏകഃ ഒരെണ്ണം, ശരീരേണ ദുർബലഃ ശരീരം കൊണ്ട് ദുർബലനും, ജവേന ഗന്ധുമശക്തിശ്ച ആസീത് ജവേന എന്ന് വെച്ചാൽ വേഗത്തില് നടക്കാൻ, ഗന്ധുമശക്തൻ ആസീത് നടക്കാൻ സാധിക്കാത്തവനും ആയിരുന്നു. അതഹ കൃഷകഃ തം ദുർബലം വൃഷഭം തോദനേന താടയൻ നുദ്ധ്യമാനഃ അവർത്തത. അതഹ കൃഷകഃ അതുകൊണ്ട് ആ കൃഷിക്കാരൻ ദുർബലം വൃഷഭം ആ ദുർബലനായ ആ കാളയെ തോദനം എന്ന് പറഞ്ഞാല് ചാട്ടവാറ് അതിനെയാണ് തോദനം എന്ന് പറയാ. തോദനേന ചാട്ട കൊണ്ട്, താടയൻ അടിച്ചു, നുദ്ധ്യമാനഃ അവർത്തത ചാട്ടവാറുകൊണ്ട് അടിച്ചിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു, നടക്കാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. സഹ ഋഷഭഃ ഹലമൂഢ്യ ഗന്ധുമശക്തഃ ക്ഷേത്രേ പപാത. ആ ഋഷഭഃ ആ കാളകളെ ഹലമൂഢ നുഖം ചുമന്ന് ഗന്ധുമശക്തഃ ക്ഷേത്രേ പപാത നുഖം ചുമക്കുവാൻ സാധിക്കാതെ, അവന് ആ കാളയ്ക്ക് നുഖം ചുമക്കാൻ സാധിക്കാതെ ക്ഷേത്രേ പപാത വയലിൽ പതിച്ചു. ക്രുദ്ധഃ കൃഷിവലഃ തം ഉത്പാദയിതും ബഹുവാരം അതാടയത്. ദേഷ്യം വന്ന കൃഷിക്കാരൻ, ക്രുദ്ധഃ കൃഷിവലഃ തം ഉത്പാദയിതും അവനെ ഉത്പാദയതും ബഹുവാരം അഭേദയത് എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി, ബഹുവാരം അതാടയൻ ഒരുപാട് സമയം അല്ലെങ്കിൽ വളരെയധികം അടിക്കുകയും ചെയ്തു. തഥാപി വൃഷഃ നോദിതഃ എന്നിരുന്നാലും വൃഷഃ ആ കാള നോ ഉദിതഃ എണീറ്റില്ല, ആ കാളയ്ക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. അപ്പോ രണ്ട് കാളകളെ വയലുഴുതിക്കൊണ്ടിരിക്കുകയായിരുന്ന കൃഷിക്കാരൻ രണ്ട് കാളകളിൽ ഒരു കാളയ്ക്ക് ദുർബലനും നടക്കാൻ കഴിയാത്ത ക്ഷീണിതനുമായിരുന്നു. നടക്കാതായപ്പോൾ ആ കാളയെ ശക്തിയായ ചാട്ടവാറുകൊണ്ട് ശക്തിയായി അടിക്കുകയും അത് അടിയുടെ ആഘാതത്തിൽ താഴെ വീഴുകയും ചെയ്തു. താഴെ വീണ കാളയെ എഴുന്നേൽക്കാൻ വേണ്ടി വളരെയധികം വീണ്ടും അടിക്കുകയും
നടക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിന് എണീക്കുവാൻ സാധിച്ചില്ല. കൃഷകേണ താഡിതം സ്വപുത്രം ദൃഷ്ട്വാ സർവധേനുനാം മാതുഹു സുരഭേഹേ നേത്ര അഭ്യ അശ്രുണി അവിരാസൻ. കൃഷകേണ കൃഷിക്കാരനാൽ താഡിതം സ്വപുത്രം ദൃഷ്ട്വാ അടിക്കുന്ന കൃഷിക്കാരനാൽ അടിക്കുന്ന സ്വപുത്രം ദൃഷ്ട്വാ സ്വന്തം പുത്രനെ കണ്ടിട്ട് സർവധേനുനാം മാതുഹു എല്ലാ ഗോക്കളുടെയും എല്ലാ പശുക്കളുടെയും മാതുഹു മാതാവായ സുരഭേഹേ സുരഭി സുരഭി എന്ന് പറഞ്ഞാല് എല്ലാ ഗോക്കളുടെയും എല്ലാ ധേനുക്കളുടെയും മാതാവിനെയാണ് നമ്മൾ സുരഭി എന്ന് പറയാ കേട്ടോ. അപ്പൊ അവിടെ ഈ കൃഷിക്കാരൻ താഡിതം സ്വപുത്രം അടിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം പുത്രനെ കണ്ടിട്ട് എല്ലാ പശുക്കളുടെയും മാതാവായ സുരഭിക്ക് നേത്രം അഭ്യ അശ്രുണി കണ്ണുകളിൽ നിന്ന് അശ്രുണി കണ്ണീര് കണ്ണുനീർ അവിരാസൻ എന്ന് പറഞ്ഞാല് ഒഴുക കണ്ണുനീര് ഒഴുകി. അപ്പോ കൃഷിക്കാരൻ അടിച്ചുകൊണ്ടിരിക്കുന്നതായ ആ തന്റെ പുത്രനെ കണ്ടിട്ട് ഗോക്കളുടെ മാതാവായ സുരഭി മാതാവിന് കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി. സുരഭി അവിരാമം അവസ്ഥായാം ദൃഷ്ട്വാ സുരാധിപഃ താം പൃച്ഛത് ഐ ശുഭേ കിമേവാം രോദിഷി ഉച്ചതാമിതി. സുരഭേരിം അവസ്ഥായാം സുരഭിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് സുരാധിപഃ ആരാണ് സുരാധിപൻ? ഇന്ദ്രൻ. സുരാണാം അധിപഃ സുരാധിപഃ സുരാണാം അധിപഃ സുരാണാം എന്ന് പറഞ്ഞ ആരാണ്? ദേവന്മാര്. അധിപഃ ദേവന്മാരുടെ അധിപൻ രാജാവാണ് സുരാധിപഃ. അപ്പൊ ആരാണ്? ഇന്ദ്രനാണ്. അപ്പോ സുരാധിപൻ താം അപൃച്ഛത് ഇപ്രകാരം ചോദിച്ചു, ഐ ശുഭേ അല്ലയോ ശുഭേ കിമേവാം രോദിഷി നീ എന്തിനാണ് കരയുന്നത്? ഉച്ചതാമിതി പറഞ്ഞാലും എന്ന്. സാച ഭോ വാസവ പുത്രസ്യ ദൈന്യം ദൃഷ്ട്വാ അഹം രോദിമി. സാച അവളാകട്ടെ ഭോ വാസവ അല്ലയോ വാസവ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ദ്രനെയാണ്, ഇന്ദ്രനെ സംബോധന ചെയ്യുന്നതാണ് വാസവ എന്നുള്ള വാക്ക്. അപ്പോ അല്ലയോ ഇന്ദ്ര പുത്രസ്യ ദൈന്യം ദൃഷ്ട്വാ പുത്രന്റെ ദീനത കണ്ടിട്ട് അഹം രോദിമി അത് കണ്ടിട്ടാണ് ഞാൻ കരയുന്നത്. സഹ ദീന ഇതി ജാവൻ നബി കൃഷകഃ തം ബഹുദ പീഡയതി. അവൻ തളർന്നിട്ടും അവനെ ജാവൻ നബി അവനെ എഴുന്നേൽക്കാൻ കഴിയാതിരുന്നിട്ടും കൃഷകഃ ആ കൃഷിക്കാരൻ തം ബഹുദ അവനെ വളരെയധികം താടയതി ഉപദ്രവിക്കുന്നു, അടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. സഹ കൃച്ഛേണ ഭാരം ഉദ്ധരതി. സഹ കൃച്ഛേണ എന്ന് പറഞ്ഞാല് പ്രയത്നിക്കുന്നതിനെയാണ് സഹ കൃച്ഛേണ എന്ന് പറയാ. അവനെ പ്രയത്നിച്ച് ഭാരം ഉദ്വഹതി ഭാരം പൊക്കുവാനായിട്ട് ഭാരം ഉയർത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. താടനബി സഹദേ അവൻ അടിയും സഹിക്കുന്നു. ഇതരഹ ഇവ ദുരം വോടും സഹന ശക്നോതി ച മറ്റുള്ളവരെ നുകം വലിക്കുവാൻ മറ്റുള്ളവരെ പോലെ നുകം വലിക്കുവാൻ അവന് ന ശക്നോതി ച അവന് ശക്തിയില്ല, അവന് അതിനുള്ള കഴിവില്ല. ഏതത് ഭവാൻ പശ്യതീന അങ്ങും ഇത് കാണുന്നില്ലേ? ഏതത് ഭവാൻ പശ്യതീന അങ്ങും ഇത് കാണുന്നില്ലേ? യുതി പ്രത്യവോചത് അങ്ങനെ മറുപടി പറഞ്ഞു. അപ്പൊ അവിടെ ഇന്ദ്രദേവൻ സുരഭി മാതാവ് കരയുന്നത് കണ്ടിട്ട് ചോദിക്കാണ്, എന്തിനാണ് സുരഭി മാതാവ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ മാതാവ് പറയുന്നതാണ് തന്റെ പുത്രന് വളരെ ദുഃഖം അനുഭവിക്കുന്നു. തന്റെ പുത്രനെ നുകം ഭാരം ചുമക്കുവാൻ കഴിയുന്നില്ല. എന്നിട്ടും കൃഷിക്കാരൻ അതിനെ ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ അടിക്കുകയും ചെയ്യുന്നു.
അവൻ ആ നുകം വലിക്കാൻ, ഭാരം വലിക്കാൻ അശക്തനാണ്. അത് അങ്ങും കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇനി മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. ഭദ്രേ നൂനം, അല്ലയോ ഭദ്രേ നൂനം. നൂനം എന്ന് പറഞ്ഞാല് തീർച്ചയായും പരം യദ്യപി സഹസ്ര അധികേഷു പുത്രേഷു സത്സ്വപി തവ അസ്മിനേവ ഏതാദൃശ വാത്സല്യം കഥം. പരം യദ്യപി സഹസ്രാദിഷു പുത്രേഷു, എന്നിരുന്നാലും 1000 പുത്രന്മാരുണ്ടായാലും അസ്മിനേവ ഏതാദൃശം വാത്സല്യം, 1000 പുത്രന്മാരുണ്ടെങ്കിലും ഒരു പുത്രന് എന്തെങ്കിലും വന്നാല് വാത്സല്യം കഥം, വാത്സല്യം എങ്ങനെയായിരിക്കും? ഇത് ഇന്ദ്രേണ പുഷ്ട സുരഭിഹി പ്രത്യോത്. അങ്ങനെ ഒരു മകനോട് 1000 പുത്രന്മാരുണ്ടായാലും ഒരു പുത്രനോട് എന്തായാലും വാത്സല്യം ഉണ്ടായിരിക്കും. അതിലെ 1000 പുത്രന്മാരുണ്ടായാലും ഏതൊരു പുത്രനോടും വാത്സല്യം ഒരു അമ്മയ്ക്ക് ഉണ്ടായിരിക്കും. ഇത് ഇന്ദ്രേണ പൃഷ്ട സുരഭിഹി പ്രത്യോചത് ബഹുന്യ അപത്യാനി മേ സന്തതി സത്യം. ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. ബഹുന്യ അപത്യാനി മേ സന്തതി സത്യം. എനിക്ക് ധാരാളം മക്കളുണ്ട്, അത് ശരിയാണ് നീ പറഞ്ഞത്. തഥാപി അഹമേത അസ്മിൻ പുത്രേ വിശിഷ്യ ആത്മവേദന അനുഭവാമി. എങ്കിലും ഞാൻ അസ്മിൻ പുത്രേ വിശിഷ്യ, ആ എന്റെ പുത്രനെ വിശേഷിച്ച് ആത്മവേദന അനുഭവാമി, പ്രത്യേകിച്ച് എന്റെ പുത്രന്റെ ആ വേദന കണ്ടിട്ട് ഞാൻ ആത്മവേദന അനുഭവാമി, ഞാനും ആത്മവേദന അനുഭവിക്കുന്നു. യദോഹി അയമേവ അന്യേഭ്യോ ദുർബലഹ. എന്തുകൊണ്ടെന്നാൽ അയം അന്യോപി മറ്റുള്ളവരിൽ നിന്നും അവൻ ദുർബലനായതുകൊണ്ട്. കാരണം എന്താണ്? യദോഹി, എന്തുകൊണ്ടെന്നാൽ അവിടെ അയം അന്യേഭ്യോ ദുർബലഹ, അവൻ മറ്റുള്ളവരിൽ നിന്നും വളരെ ദുർബലനാണ്. സർവേഷു അപത്യേഷു ജനനി തുല്യവത്സല ഏവ. എല്ലാ അപത്യേഷു മക്കളില്, എല്ലാ മക്കളിലും ജനനി അമ്മ തുല്യവത്സല ഏവ, അവള് തുല്യവത്സലയായിരിക്കും, തുല്യ വാത്സല്യമുള്ളവള് ആയിരിക്കുമെന്ന് പറയാണ്. തഥാപി ദുർബലേ സുതേ മാതുഹു അത്യന്തിക കൃപ സഹജേവ. ദുർബലനായ എന്നിരുന്നാലും ദുർബലേ സുതേ, ദുർബലനായ മകനില് മാതുഹു അത്യന്തിക കൃപ സഹജമേവ. ദുർബലരായ പുത്രന്മാരോട് അത്യധികമായ ദയ അമ്മമാർക്ക് സ്വാഭാവികമാണ്. അത് ശരിയാണല്ലേ? നമ്മുടെ വീടുകളില് വയ്യാത്ത ഒരാളുണ്ടെങ്കിൽ ആ വയ്യാത്ത ആ വ്യക്തിയോട് നമുക്ക് വളരെ ദയയായിരിക്കും. അതുപോലെ തന്നെയാണ് 1000 മക്കളുണ്ടെങ്കിലും ആ മക്കളില് ഒരാള് ദുർബലനായിട്ടുണ്ടെങ്കിൽ അവനോട് കുറച്ച് ദയ അമ്മമാർക്ക് ഉണ്ടാകുക എന്നുള്ളത് ഇവിടെ സഹജൈവ സ്വാഭാവികമാണ്. ഇത് എന്ന് സുരഭി വചനം ശ്രുത്വ, അങ്ങനെയുള്ള സുരഭിയുടെ വാക്കുകൾ ശ്രുത്വ കേട്ടിട്ട് വൃഷം വിസ്മിത അസ്യ വിസ്മിതസ്യ അഖണ്ഡലസ്യ ഹൃദയം അദ്രവത്. അങ്ങനെയുള്ള സുരഭി മാതാവിന്റെ ആ വാക്കുകൾ കേട്ടിട്ട് വൃഷ വളരെയധികം വിസ്മിതസ്യ അഖണ്ഡലസ്യ, വളരെ വിസ്മിതനായ അഖണ്ഡലസ്യ, അഖണ്ഡലൻ ഇന്ദ്രദേവന് പറയുന്ന പേരാണ് അഖണ്ഡലഹ. അപ്പോ ഇന്ദ്രദേവന്റെ ഹൃദയം ആർദ്രവത്, വളരെ ആർദ്രമായി. ആ വാക്കുകള്, സുരഭി മാതാവിന്റെ ആ വാക്കുകള് കേട്ടിട്ട് ഇന്ദ്രദേവന്റെ ഹൃദയം വളരെ ആർദ്രമായി. താമേവ അസന്തത്യ അവിടെ അവളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗച്ഛ വത്സേ സർവം ഭദ്രം ജായതേ. പോകൂ മകനെ, സർവം ഭദ്രം ജായതേ, എല്ലാം ഭദ്രമായി ഭവിക്കട്ടെ എന്ന്. അജിരാദേവ ചണ്ഡവാദേന മേഘാരവൈശ്ച സഹ പ്രവർഷ സമജായത. പെട്ടെന്ന്
ചണ്ഡവാദേന മേഘാരവശ്ച സഹ പ്രവർഷ സമജായത. കൊടുങ്കാറ്റും മേഘാരവം ഇടിമിന്നലും സഹ പ്രവർഷ സമജായത കൂടെ ശക്തമായ മഴയും ഉണ്ടായി. പശ്യേതമേവ സർവത്ര ജലോപ്ലവ സഞ്ജാത. നോക്കി നിൽക്കെ സർവത്ര എല്ലായിടത്തും ജലോപ്ലവ വെള്ളപ്പൊക്കം സഞ്ജാത ഉണ്ടായി. വെള്ളപ്പൊക്കവും പെട്ടെന്ന് തന്നെ നോക്കി നിൽക്കെ എല്ലായിടത്തും വെള്ളപ്പൊക്കവും ഉണ്ടായി. കൃഷക പ്രയത്നവിഘ്നേന കർഷണ വിമുഖ സൻ വൃഷഭൗ നീത്വ ഗൃഹമഗാത്. കൃഷക കൃഷിക്കാരൻ പ്രയത്നവിഘ്നേന ആൾക്ക് പ്രയത്നം ബുദ്ധിമുട്ടുണ്ടായി, പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് അവിടെ നിന്ന്. കർഷണ വിമുഖ അവിടെ സൻ വൃഷഭോ നീത്വ ഗൃഹമാകത്. അവിടെ നിലമുഴുതാനാവാതെ കർഷണ വിമുഖ അവിടെ നിലമുഴുതുവാൻ സാധിക്കാതെ ആ വൃഷഭങ്ങളെയും കൊണ്ട് ഗൃഹമഗാത് വീട്ടിലേക്ക് പോയി. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? മഴ പെയ്തു അല്ലെ? അപ്പോ അവിടെ ഇന്ദ്രദേവൻ പറഞ്ഞിരുന്നു പോകുകയാണ്, എല്ലാം മംഗളമായി ഭവിക്കട്ടെ എന്ന് സുരഭി മാതാവിനോട് പറഞ്ഞു. അതിനുശേഷമാണ് എന്ത് സംഭവിച്ചത്? ശക്തമായ കൊടുങ്കാറ്റും ഇടിമിന്നലും അതുപോലെ തന്നെ മഴയും ഒക്കെ പെയ്തു, വെള്ളപ്പൊക്കം വന്നു. ഒക്കെ വന്നപ്പോ കൃഷിക്കാരന് അവിടെ എല്ലാ കാര്യങ്ങളിലും ഉഴുതുവാനുള്ള എല്ലാ കാര്യങ്ങളിലും വിഘ്നങ്ങൾ സംഭവിച്ചപ്പോൾ നിലമുഴുതാൻ സാധിക്കാതെ വന്ന അദ്ദേഹം ആ കാളകളെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. അവിടെ ഒരു 4 വരി പദ്യം തന്നിട്ടുണ്ട്, അതെന്താന്ന് നോക്കാം. അപത്യേഷു ച സർവേഷു ജനനീ തുല്യവത്സല പുത്രേ ദീനേതു സ മാതാ കൃപാർത്രഹൃദയ ഭവേത്. അപത്യേഷു ച സർവേഷു എല്ലാവരിലും സന്താനങ്ങൾ അല്ലെ, എല്ലാവർക്കും സന്താനങ്ങൾ ഉണ്ടെങ്കിലും ജനനി തുല്യവത്സല മാതാവ് അവരിൽ എല്ലാവരിലും തുല്യവാത്സല്യമുള്ളവരായിരിക്കും. അപത്യേഷു ച സർവേഷു എല്ലാ സന്താനങ്ങളിലും ജനനി അമ്മ തുല്യവാത്സല്യമുള്ളവൾ ആയിരിക്കും. നേരത്തെ പറഞ്ഞു 1000 മക്കളുണ്ടെങ്കിലും അവരിൽ എല്ലാവരോടും അമ്മയ്ക്ക് തുല്യ വാത്സല്യമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്. പുത്രേ ദീനേതു സമാധാ കൃപാർത്രഹൃദയ ഭവേത്. പുത്രദീനേതു സമാധാ പുത്രദുഃഖത്തിലുണ്ടായ ആ മാതാവ് കൃപാർത്രഹൃദയ ഭവേത്. കൃപാർദ്രഹൃദയം കൃപചിത്തത്തില് അലിഞ്ഞു പോയിടും എന്നാണ് പറയുന്നത് അവിടെ. അപ്പോ അവിടെ അമ്മമാർക്ക് പുത്രന്മാർക്കുണ്ടാകുന്ന ദുഃഖമുണ്ടാകുമ്പോൾ അവരുടെ മനസ്സ് വളരെ ദയയില് അലിഞ്ഞു ചേർന്നു പോവും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അമ്മമാരുടെ മനസ്സില് ഒരു മകന് അല്ലെങ്കിൽ ഒരു മക്കൾക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടായാൽ അവരുടെ മനസ്സ് വളരെ ദുഃഖത്തിലായി പോയിടുമെന്നാണ് ഈ 4 വരി പദ്യത്തില് പറയുന്ന അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപത്യേഷു ച സർവേഷു ജനനീ തുല്യവത്സല പുത്രദീനേതു സമാധാ കൃപാർത്രഹൃദയ ഭവേത്. അപ്പൊ നമ്മുടെ ആ പാഠഭാഗം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദീനവത്സല ജനനി എന്ന ആ പാഠഭാഗത്തിന് പേര് കൊടുത്തിരിക്കുന്നത് അല്ലെ. ദുഃഖത്തില് വാത്സല്യം തോന്നുന്നത് ആർക്കാണ്? അമ്മയ്ക്ക് തന്നെയാണ് അല്ലെ എപ്പോഴും. ഇനി അതിൽ നമുക്ക് ആ ഭാഗത്ത് പദച്ഛേദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. കുറുവൻ ആസീദ്, കുറുവൻ അധികം ആസീദ്. തയോരേകഃ, തയോഹോ അധികം ഏകഃ. അസമർത്ഥശ്ച ആസീദ്, അസമർത്ഥഃ അധികം ച അധികം ആസീദ്. നോദിതഃ ന അധികം ഉദിതഃ. ദുഃഖിതാഭൂത്, ദുഃഖിത അധികം അഭൂത്. സുരഭീരേമ അവസ്ഥായാം, സുരഭേഹേ അധികം ഇമാം അധികം അവസ്ഥായാം. സത്സ്വഭി, സത്സു
അധികം അഭി. തസ്മിൻ ഏവ, തസ്മിൻ അധികം ഏവ. തദാപ്യോനം, തദാപി അധികം അഭി അധികം ഏനം. അന്യേഭ്യോ ദുർബലഃ, അന്യേഭ്യഃ അധികം ദുർബലഃ. സർവേഷു അപത്യേഷു, സർവേഷു അധികം അപത്യേഷു. സഹജൈവ, സഹജ അധികം ഏവ. വിസ്മിതസ്യ അഖണ്ഡലസ്യാഭി, വിസ്മിതസ്യ അധികം അഖണ്ഡലസ്യ അധികം അഭി. മേഘാരവൈശ്ച, മേഘാരവൈഹി അധികം ച. അടുത്തത് വിഗ്രഹവാക്യാനി. വിഗ്രഹവാക്യാനി എന്ന് അടുത്ത പേജിൽ കാണാം, അത് നോക്കാം നമുക്ക്. തുല്യവത്സല, തുല്യം വാത്സല്യം യസ്യാസ. തുല്യമായിട്ടുള്ള വാത്സല്യം ആർക്കാണോ ഉള്ളത് അവളാണ് തുല്യ വത്സല. കൃപാർദ്ര ഹൃദയ, കൃപയാ ആർദ്രം ഹൃദയം യസ്യ സ. സുരാധിപഃ, സുരാണാം അധിപഃ. സുരാധിപഃ അർത്ഥഃ ഇന്ദ്രഃ. സുരാണാം അധിപഃ ദേവന്മാരുടെ രാജാവ്, അധിപൻ, രാജാവ് ആണ് സുരാധിപഃ. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളാണ്. പഠന പ്രവർത്തനാനി അവിടെ പഠന പ്രവർത്തനത്തില് മൂന്നാമത്തെ പഠന പ്രവർത്തനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ടീച്ചർ വായിക്കാം. അധോ ദത്തേഷു ശദ്ര ശാനജന്ത രൂപാണി വിവിച്യ പട്ടികാം രചയതു. അവിടെ ശദ്ര ശാനജന്തം എന്ന് പറയുന്ന രണ്ട് പട്ടികകൾ കൊടുത്തിട്ടുണ്ട്. പട്ടികകൾ എന്ന് പറഞ്ഞാല് അവിടെ രണ്ട് ടേബിള് കൊടുത്തിട്ടുണ്ട്. അതില് അവിടെ കൊടുത്തിരിക്കുന്നതായ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അവിടെ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പദങ്ങളില് ശത്രന്തും ശാനജന്തും, അതാണ് ശദ്ര ശാനജന്തം എന്ന് പറയുന്നത്. അതില് ശത്രന്തം ഏതാണ്, അതുപോലെ തന്നെ ശാനജന്തം ഏതാണ് എന്നുള്ള വാക്കുകൾ തരംതിരിച്ച് ആ പട്ടികയിൽ എഴുതുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ആദ്യം വാക്കുകൾ നോക്കാം. നുദ്യമാനഃ, ഗച്ഛൻ, പഠൻ, ഗമ്യമാനഃ, പജൻ, കമ്പമാനഃ, വന്ദമാനഃ, രുദൻ, പജമാനഃ, താടയൻ, ജൽപമാനഃ, പ്രേരയൻ. ഇങ്ങനെയുള്ള വാക്കുകളാണ് നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്ക് രണ്ട് ടേബിള് തന്നിട്ടുണ്ട്. ഒന്നില് ശത്രന്തം, ഇനി ശാനജന്തം. ഈ ശത്രന്തവും ശാനജന്തവും എന്ന് പറഞ്ഞാല് അത് ഒരുപാട് വ്യാകരണങ്ങളാണ്. വ്യാകരണം ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അത് ഒരുപാട് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് മനസ്സിലാക്കേണ്ടത് ശത്രന്തത്തിന്റെ അവസാനം ന് എന്നുള്ള വാക്കുകളാണ് വരിക. ന് എന്ന വാക്കുകളാണ് വരിക. അത് മനസ്സിലാക്കുക. ശത്രന്തത്തില് ന് എന്നുള്ള വാക്കുകളുടെ അവസാനത്തില് ന് എന്നാണ് വരിക. അപ്പൊ ആ വാക്കുകളാണ് നമ്മൾ ഏതിൽ എഴുതേണ്ടത്? ശത്രന്തം എന്ന ആ ടേബിളിൽ എഴുതേണ്ടത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗച്ഛൻ, പഠൻ, പജൻ, രുദൻ, താടയൻ, പ്രേരയൻ. അതാണ് ശത്രന്തത്തില് വരുന്നത്. ശത്രന്തത്തില് വരുന്ന ആ ടേബിളിൽ വരുന്ന വാക്കുകളാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്തത് ശാനജന്തം. അവിടെ വിസർഗം എന്ന് പറഞ്ഞാൽ രണ്ട് കുത്ത്, നാ കഴിഞ്ഞിട്ട് രണ്ട് കുത്ത് വരുന്ന ഭാഗം, അത് അതാണ് ശാനജന്തം. ശാനജന്തമാണ് അവിടെ വരുന്നത്. അപ്പൊ അത് നമുക്ക് ശാനജന്തത്തില് ബാക്കിയുള്ള വാക്കുകൾ എഴുതാം. നോക്കാം. നുദ്യമാനഃ, ഗമ്യമാനഃ, കമ്പമാനഃ, വന്ദമാനഃ, പജമാനഃ, ജൽപമാനഃ. ഇതൊക്കെയാണ് ശാനജന്തം എന്ന ടേബിളില് വരുന്ന വാക്കുകൾ. ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പഠന പ്രവർത്തനമാണ് 19ാമത്തെ പേജില് ആദ്യത്തത്. പാഠഭാഗാത് പാഠ അന്തരേഭ്യശ്ച ലങ് രൂപാണി ചിത്വാ
തേഷാം ലട്ട് ലോട്ട് രൂപാണി ഉദാഹരണാനുസാരം ലിഖതു. അവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ലങ്, ലട്ട്, ലോട്ട്, വിധിലിംഗ്. അത് ഇതും വ്യാകരണമാണ്. അതില് ലങ് ലങ് തന്നിട്ടുണ്ട്. അവിടെ ലങ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ആ ഏതൊരു ക്രിയാപദത്തിന്റെ കൂടെ ആ ചേർക്കും. ആദ്യം ആ ചേർത്ത് പറയും. അതാണ് എന്ത് ലങ് വരുന്നത്. പടതി, അതിന്റെ ലങ് എങ്ങനെയാ പറയാ? ആ ചേർത്ത് പറയണം. അപടത്. അവസാനത്തില് ത് എന്നും വരും. ആദ്യത്തില് ആ എന്നും അവസാനത്തില് ത് എന്നും. അപ്പോ പടതി, അപടത്, ലിഖതി, അലിഖത്, ഹസതി, അഹസത്. മനസ്സിലായില്ലേ? അപ്പോ അവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു വാക്ക്. അവിടെ തന്നിട്ടുള്ളത് അത്രസത് എന്നാണ്. അത്രസത് എന്ന് തന്നിട്ടുണ്ട്. ലങ് തന്നിട്ടുണ്ട്. ഇനി അതിന്റെ ലട്ട് എപ്പോഴും തീ അല്ലെ? ലട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലമാണ്. പടതി, ലിഖതി, ഗച്ഛതി, അതൊക്കെ ലട്ടാണ്. ലട്ടിലകാരങ്ങളാണ്. ഇനി ലോട്ട് ത്രസതു, അവസാനത്തില് തൂ ആണ് വരാ. ലോട്ടില് തൂ എന്ന് വരും. വിധിലിംഗില് ത് എന്നാണ് വരാ. അവസാനത്തില് ത് എന്ന് വരും. അപ്പൊ ഇവിടെ നോക്കൂ, ലങ് അത്രസത്, ലട്ട് ത്രസതി, ലോട്ട് ത്രസതു, വിധിലിംഗ് ത്രസേത്. അപ്പൊ അതുപോലെ 2-3 വാക്കുകൾ നമ്മൾ അവിടെ കൂട്ടിച്ചേർത്ത് എഴുതണം. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അപടത് നോക്കാം. അപടത്. അപ്പൊ ലട്ട് എന്തായിരിക്കും? പടതി, പടതു, പടേത്. അടുത്തത് അലിഖത്, ലിഖതി, ലിഖതു, ലിഖേത്. അപ്പൊ അതുപോലെയുള്ള വാക്കുകള്, ക്രിയാപദങ്ങള്, നമുക്കറിയാവുന്ന ഏത് ക്രിയാപദങ്ങളും അതിന്റെ ലങ്ങും ലട്ടും ലോട്ടും വിധിലിംഗും എഴുതാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പഠന പ്രവർത്തനമാണ്. അതിന് താഴെയായിട്ടുള്ളതാണ് ഉദാഹരണാനുസാരം വാക്യം പരിവർത്തയതു. അവിടെ ഉദാഹരണാനുസാരം വാക്യത്തിനെ പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മാതുഹു ബഹവഹ പുത്രാഹ സന്ധി. അത് ആദ്യത്തെ സെന്റൻസ് ആണ്. രണ്ടാമത്തെ സെന്റൻസ് ദീനേ പുത്രേ കൃപാർദ്രഹൃദയ അസ്തി. അത് രണ്ടാമത്തെ സെന്റൻസ് ആണ്. അപ്പൊ അവിടെ യദ്യപി തഥാപി, ആ യദ്യപി തഥാപി വെച്ചിട്ട് അവിടെ നമ്മൾ വാക്യം പൂർത്തീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ യദ്യപി തഥാപി എന്ന് പറയുന്ന ഒരു പ്രയോഗമാണത്. മനസ്സിലായ? അപ്പൊ അവിടെ നമുക്ക് നോക്കാം. യദ്യപി മാതുഹു ബഹവഹ പുത്രാഹ തഥാപി ദീനേ പുത്രേ കൃപാർദ്രഹൃദയ അസ്തി. അപ്പൊ ആദ്യം അവിടെ യദ്യപി സെന്റൻസിന്റെ ആദ്യ ഭാഗത്തില് അവിടെ വെച്ചു. രണ്ടാമത്തെ സെന്റൻസിലെ സന്ധി എന്നുള്ള ഭാഗം, ആ സന്ധി കട്ട് ചെയ്തിട്ട് അവിടെ തഥാപി എന്ന് വെച്ചു. അതിനുശേഷം വീണ്ടും അവസാനത്തില് അസ്ഥി എന്നുള്ള വാക്ക് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ യദ്യപി മാതുഹു ബഹവഹ പുത്രാഹ തഥാപി ദീനേ പുത്രേ കൃപാർദ്രഹൃദയ അസ്തി. ഇനി അടുത്തത് നോക്കാം. അഹം പാഠം സുഷ്ടു അപടം പൂർണ്ണ അംഗേ ന സംപ്രാപ്തവാൻ. അപ്പോ നോക്കാം നമുക്ക്. യദ്യപി അഹം പാഠം സൃഷ്ടും അപടം തഥാപി പൂർണ്ണ അംഗേ ന സംപ്രാപ്തവാൻ. രണ്ടാമത്തത് രാജുഹു യഥാസമയം ബസ് നിസ്ഥാനം ഗതഃ ബസ്യാനം ന അലഭത.
യദ്യപി രാജുഹു യഥാസമയം ബസ് നിസ്ഥാനം ഗതഃ തദാപി ബസ്യാനം ന അലഭത. മൂന്നാമത്തത് പിതാമഹഃ സമ്പൂർണ്ണ ഔഷധം അപിബത് രോഗശമനം ന അഭവത്. യദ്യപി പിതാമഹഃ സമ്പൂർണ്ണ ഔഷധം അപിബത് തദാപി രോഗശമനം ന അഭവത്. നാലാമത്തത് വൃക്ഷേ അനേകാനി ഫലാനി സന്തി കാനിചിത് ഉപയോഗശൂന്യാനി ഭവന്തി. യദ്യപി വൃക്ഷേ അനേകാനി ഫലാനി തദാപി കാനിചിത് ഉപയോഗശൂന്യാനി ഭവന്തി. അഞ്ചാമത്തെ ജനാഹ ചിത്രശാലാം അഗച്ഛൻ തത്ര വൈദ്യുതിഃ നാസീത്. യദ്യപി ജനാഹ ചിത്രശാലാം അഗച്ഛൻ തദാപി തത്ര വൈദ്യുതിഃ നാസീത്. അതാണ് ആ പഠന പ്രവർത്തനത്തിന്റെ ഉത്തരങ്ങൾ. അടുത്ത പേജില് അനുബന്ധ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് കൃഷകഃ കൃഷകഃ എന്ന് പറഞ്ഞിട്ട് കുറെ വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പര്യായ പദങ്ങളാണ്. കൃഷകഃ കൃഷിക്കാരൻ എന്നുള്ള വാക്കിന്റെ പര്യായ പദങ്ങളാണ്. പര്യായ പദങ്ങൾ എന്ന് പറഞ്ഞാല് അതിന്റെ സമാനാർത്ഥക പദം വരുന്ന പാഠഭാഗത്തില് വന്നിട്ടുള്ള ആ വാക്കിന്റെ സമാനാർത്ഥക പദമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കൃഷകഃ അതില് ക്ഷേത്രജീവഃ, കർഷകഃ, കൃഷിവലഃ ഇതൊക്കെ അതിന്റെ സമാനാർത്ഥക പദങ്ങളാണ്. വൃഷഭഃ എന്നുള്ളതിന്റെ സമാനാർത്ഥക പദങ്ങൾ ബലിവർദ്ധഃ, ഋഷഭഃ എന്നുള്ള വാക്കുകളാണ് അതില് കൊടുത്തിരിക്കുന്നത്. തോദനത്തിന്റെ സമാനാർത്ഥക പദം പ്രാചനം, സ്തോത്രം അതൊക്കെ ഉപയോഗിക്കാം. ഹലത്തിന്റെ ലാംഗലം, ഗോധാരണം അത് സമാനാർത്ഥക പദമാണ്. അപ്പൊ ഹലം ഇതി സമാനാർത്ഥക പദം കിം എന്ന് ചോദിച്ചാല് ലാംഗലം എഴുതാം, അല്ലെങ്കിൽ ഗോധാരണം എഴുതാം. അതുപോലെ ദൂഹു എന്ന് പറഞ്ഞാല് യാനമുഖം, ക്ലീബം എന്നൊക്കെ പറയും. വാസവഃ സമാനാർത്ഥക പദം സൂത്രാത്മ, വൃത്തഃ അതൊക്കെ അങ്ങനെയൊക്കെ വാക്കുകള് നമുക്ക് അതിലെ എളുപ്പമുള്ള വാക്കുകൾ നോക്കിയിട്ട് സമാനാർത്ഥക പദം പഠിക്കാം. പുത്രഃ, ആത്മജഃ, സൂനുഹു, സുതഃ അതൊക്കെ പുത്രഃ എന്നുള്ളതിന്റെ സമാനാർത്ഥക പദങ്ങളാണ്. കൃപ, കാരുണ്യം, കരുണ, ദയ, അനുകമ്പ അതൊക്കെ സമാനാർത്ഥക പദങ്ങളാണ്. ജനനി, അമ്മ. ജനനി എന്ന് പറയുന്ന വാക്കിന്റെ സമാനാർത്ഥക പദങ്ങള് ജനയിത്രി, മാത. അത് രണ്ടും സമാനാർത്ഥക പദങ്ങളാണ്. ഇനി അവിടെ കൊടുത്തിരിക്കുന്നത് മഹാഭാരതസ്യ പർവാണാം നാമാനി. അതിന്റെ ഏറ്റവും താഴെയായിട്ട് കാണും, ഒരു പെട്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട് മഹാഭാരതസ്യ പർവാണാം നാമാനി. ഞാൻ പാഠഭാഗം ആമുഖത്തിൽ പറഞ്ഞിരുന്നു,
മഹാഭാരതത്തില് അഷ്ടാദശ പർവങ്ങളുണ്ട് എന്ന്. മഹാഭാരതെ അഷ്ടാദശ പർവാണി സന്ധി എന്ന് പറഞ്ഞിരുന്നു. അതില് ആ പർവങ്ങളുടെ പേരുകളാണ് അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ആദി, സഭ, വന, വിരാട, ഉദ്യോഗ, ഭീഷ്മ, ദ്രോണ, കർണ, ശല്യ, സൗപ്തിക, സ്ത്രീ, ശാന്തി, അനുശാസന, അശ്വമേധിക, ആശ്രമവാസിക, മൗസല, മഹാപ്രസ്ഥാനീയ, സ്വർഗാരോഹണ പർവ. അങ്ങനെ 18 പർവങ്ങളാണ് മഹാഭാരതത്തിലെ പർവങ്ങളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് പഠിച്ചു വെക്കുക, അത് എപ്പോഴും ആവശ്യമാണ്. നിങ്ങൾക്ക് സംസ്കൃത ക്വിസ് അതിനൊക്കെ പോകുമ്പോൾ വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. മഹാഭാരതത്തിലെ പർവങ്ങളെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അവസാനത്തെ പർവം ഏതാണ്, ആദ്യത്തെ പർവത്തിന്റെ പേരെന്താണ്, നാലാമത്തെ പർവം ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ മഹാഭാരത പർവങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് അത് പഠിച്ചു വെക്കുക. നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ഇന്ന് ദ്വിതീയ പാഠം ദീനവത്സല ജനനി എന്ന പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ പാഠം നന്നായി പഠിക്കണം. അതിലെ പഠന പ്രവർത്തനങ്ങൾ കൂടുതലാണ്. ആ പഠന പ്രവർത്തനങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതുമാണ്. ദീനവത്സല ജനനി എന്ന ടെക്സ്റ്റ് ബുക്കിലെ പഠന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതില് വരാവുന്ന ഏതാനും ക്വസ്റ്റ്യൻ ആൻസറുകളെ കുറിച്ചാണ് ടീച്ചർ ഇവിടെ പറയുന്നത്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മഹാഭാരതേ കതി പർവാണി സന്ധി? അഷ്ടാദശ പർവാണി സന്ധി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സർവധേനുനാം മാതാ ക? എല്ലാ ധേനുക്കളുടെയും അമ്മ ആരാണ്? ആരാണ്? സുരഭിഹി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദീനവത്സല ജനനി ഇതി പാഠഃ മഹാഭാരതേ കസ്മിൻ പർവാണി അന്തർഭവതി? ദീനവത്സല ജനനി എന്ന ഈ പാഠഭാഗം മഹാഭാരതത്തിലെ ഏതു പർവത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? വനപർവാണി, വനപർവത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. വൃഷഭഃ ഇത്യസ്യ സമാനാർത്ഥക പദം കിം? വൃഷഭഃ എന്ന സമാനാർത്ഥക പദം പാഠഭാഗത്ത് വരുന്നത് ബലിവർദ്ധഃ. അപ്പൊ ബലിവർദ്ധഃ എന്നതാണ് വൃഷഭഃ എന്ന പദത്തിന്റെ സമാനാർത്ഥക പദം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സംബോധന രൂപാണി ലിഖത? സംബോധന പാഠഭാഗത്ത് വരുന്ന സംബോധന പാഠഭാഗങ്ങള് എടുത്ത് എഴുതുക. ശുഭേ, ശുഭേ എന്നുള്ള പദം കഴിഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് അവിടെ ഉപയോഗിക്കണം. വത്സേ, വത്സേ എന്നുള്ളത് കഴിഞ്ഞിട്ട് അവിടെയും ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, അതായത് ഒരു ആശ്ചര്യ ചിഹ്നം അവിടെ ഉപയോഗിക്കണം. ബോ വാസവ, ബോ വാസവ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ആശ്ചര്യ ചിഹ്നം ഉപയോഗിക്കണം. അപ്പൊ അതൊക്കെയാണ് അതിൽ വരുന്ന സംബോധന രൂപാണി. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഉദാഹരണാനുസാരം വിഗ്രഹം ലിഖത? ഉദാഹരണം അനുസരിച്ച് വിഗ്രഹം എഴുതുക. അവിടെ നമുക്കൊരു ഉദാഹരണം തരും. ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട്, സുരാധിപഹ, സുരാണാം അധിപഹ, സുരാധിപഹ. അതുപോലെ രണ്ട് പദങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത്. ഒന്ന് ധനാധിപഹ, അതിന്റെ വിഗ്രഹം എന്താണ്? ധനാനാം അധിപഹ. ജനാധിപഹ, അതിന്റെ വിഗ്രഹം ജനാനാം അധിപഹ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സമാനാർത്ഥക പദം ലിഖത? ബലിവർദ്ധഃ, വൃഷഭഃ, കൃഷിവലഃ, കൃഷകഃ, ഇന്ദ്രഃ, വാസവഃ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സുരാണാം അധിപഃ കഃ? സുരാണാം അധിപഃ, സുരാണാം എന്ന് വെച്ചാല് ദേവന്മാര്, ദേവന്മാരുടെ അധിപഃ രാജാവ്, കഃ ആര്? ഇന്ദ്രഃ, ഇന്ദ്രനാണ് സുരാണാം അധിപഃ. അപ്പൊ സുരാണാം അധിപഃ കഃ? ഇന്ദ്രഃ. ഇത്രയും ക്വസ്റ്റ്യനുകളാണ് ഈ രണ്ടാമത്തെ പാഠഭാഗത്തില് വരുന്നത്. ഇനി മൂന്നാമത്തെ പാഠഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.